50,000 രൂപയ്ക്ക് സാൻഡ്രോ. 50,000 രൂപയ്ക്ക് സാൻഡ്രോ. അതെ. 45,000 രൂപയ്ക്ക് സാൻഡ്രോ. 45,000 രൂപ ഓണം ഓഫർ. 45,000 രൂപയ്ക്ക് 2006 മോഡൽ സാൻഡ്രോ. 46 2 പ്രാവശ്യം വണ്ടിക്ക് ഇറങ്ങി ചിലപ്പോൾ ഇനി 40 ഇല്ല, ഇനി ആവൂല. 100 പ്രാവശ്യം ഇറങ്ങിയാൽ മതി. കമോൺ. 2006 മോഡലാണ്. 2026 വരെ വേപ്പർ ഉണ്ട്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ എടുക്കുന്നതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. ഓഫറിൽ ഗീവ് അവേ എന്നത് ആനിവേഴ്സറി അടുത്ത വർഷം ഓട്ടോബോട്ടിന്റെ അടുത്ത മാസം. ഓക്കെ. ഈ കൂട്ടത്തിൽ ഏത് കാറായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? ഒരു കാർ കൊടുക്കുക, നല്ലൊരു കാർ നോക്കി ഒരു കസ്റ്റമർക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കും. അതുകൂടാതെ ഫസ്റ്റ് ചോയ്സിന്റെ ഇപ്പൊ ഈ സ്പിൻ വീല് കാര്യങ്ങൾ. അതെ അതെ. 2007 മോഡലാണ്. 2,40,000 കിലോമീറ്റർ ഓടിക്കണം. 2,40,000 കിലോമീറ്റർ ഓടിക്കണം. 2007 മോഡൽ G2 ഇന്നോവ. G2 ആണ്. അതെ. റേറ്റ് എങ്ങനെ വരുന്നത്? ടൈപ്പ് 4 ആക്കിയതാ. ഇത് 2,60,000 രൂപ കൊടുക്കാം. 2,60,000. അതെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും പറയുന്നതിൽ അർത്ഥമില്ലാത്തതിനെ കൊണ്ട് അതിനെ പറ്റി പറയുന്നില്ല. ചോദിച്ചത് മറുപടി ശരിക്കും ഫ്രണ്ട് ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. ബാക്കിലേക്ക് ബ്ലോവേഴ്സ് സാധാരണ G2 വരാത്താണ്. ഇത് ബ്ലോവേഴ്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് 4 ഡോർ പവർ വിൻഡോസും ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന ചെറുവണ്ടികൾ, ഇവിടേക്ക് കുറെ ഓൾട്ടോ, അതേപോലെ തന്നെ കിഡ്, ഫിഗോ, ഇങ്ങനെയുള്ള കുറെ ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. ഇന്ന് നമുക്ക് ഏകദേശം ഇവിടെ 135ഓളം വണ്ടികളുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും. ഒന്ന് മുറുക്ക് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓരോ വണ്ടികളും കണ്ടു തുടങ്ങാം. അതായത് ഫുൾ ഓൺ കിട്ടുന്ന ലോ ബഡ്ജറ്റ് വണ്ടികളാണ് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം 40,000 രൂപ മുതലുള്ള ചെറു വണ്ടികളാണ്. അപ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ കാര്യങ്ങൾ, പേപ്പർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ എടക്കാട് ബൈപ്പാസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നേരെ പോകുന്നത്. നേരെ പുറകിൽ കാണുന്നത് മഹീന്ദ്രന്റെ ഓട്ടോബോട്ട് ഫസ്റ്റ് ചോയ്സ് ഉള്ള ഡീലർഷിപ്പ് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിംഗ് ടു ദ വീഡിയോ. ഇത് 2012 മോഡലാണ്. വാഗണർ VX 70,000 കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 2012 ഫുൾ ഓപ്ഷൻ വണ്ടി VX. ഇപ്പൊ നിലവിൽ ചെറിയൊരു ബാക്ക് ക്യാമറ കൊടുത്തിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ ആണ്. 2,30,000 രൂപ കൊടുക്കാം. 2012 VXI പെട്രോൾ ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നതാണ്? ലോണൊക്കെ നമുക്ക് 2 ലക്ഷം ലോൺ ആക്കി കൊടുക്കാം. ഓക്കെ. 2,30,000 റേറ്റ് ആണ്. അതെ. അടുത്ത 2014 മോഡൽ ഇയോൺ ആണ്. 76,000 കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 1,70,75,000 രൂപയ്ക്ക് മാഗ്ന പ്ലസ്. 2015 ഇയോൺ മാഗ്ന പ്ലസ് അല്ലേ? ലോൺ എത്ര പറയാം? ഫുൾ ലോൺ പറയാൻ വേണ്ടി KL18 വടകര രജിസ്ട്രേഷൻ ആണ്. അതെ. വാറണ്ടി 2014 വണ്ടിക്ക് ഇല്ല, വാറണ്ടി ഒന്നുമില്ല. ഇതൊന്നും വാറണ്ടി ഇല്ലാത്ത വണ്ടികളാണ്. ഓക്കെ. 2013 മോഡൽ സ്വിഫ്റ്റ് VDA ഡീസൽ ആണ്. ഡീസൽ 1,64,000 കിലോമീറ്റർ ഓടിക്കണം. കമ്പനി ഹിസ്റ്ററി ഉള്ളതാ? കമ്പനി ഹിസ്റ്ററി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതെ. 2.25 ലക്ഷം രൂപ കൊടുക്കാം മാക്സിമം. 13 മോഡൽ സ്വിഫ്റ്റ് VDA. ഓക്കെ. അടുത്ത 2015 ചെറിയ ചെറിയ കുറ്റങ്ങൾ. ഓക്കെ. ലോൺ പറയാൻ പറ്റുമോ? ഫുൾ ലോൺ കൊടുക്കാം. നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. 2.25 ഇവിടെ നമുക്ക് ഓട്ടോ സ്പീഡിൽ പോവാം. ഓക്കെ. അടുത്ത 2015 മോഡലാണ്. 62,000 കിലോമീറ്റർ ഓടിക്കണ ഇറാ പ്ലസ് ഐട്ടൺ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. IRD ആണ് എഞ്ചിൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് റേഞ്ചിൽ 13-15 റേഞ്ചിൽ മൈലേജും കിട്ടും. വേരിയന്റ് ഏതായിരുന്നു? സ്പോർട്സ് ആണോ മാഗ്നയാണോ? ഇറാ പ്ലസ്. ഇത് മാഗ്നയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. റീപ്ലേസ് കാര്യമായിട്ടൊന്നുമില്ല. റേറ്റ് എങ്ങനെയായിരുന്നു? 2,60,000 രൂപയ്ക്ക് മാക്സിമം ലോൺ. 2.60 ആണ് റേറ്റ് വരുന്നത്. അതെ. അടുത്തൊരു ഫുൾ ലോൺ വണ്ടി 2014 മോഡൽ. 2014 അല്ല 13 മോഡൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന ഗ്രാൻഡ് ഐട്ടൺ ഡീസൽ ആണ്. ഗ്രാൻഡ് ഐട്ടൺ ഡീസൽ ആസ്റ്റ അല്ലേ? അതെ. ഇല്ല, സ്പോർട്സ് അല്ല, മാഗ്നയുള്ള ബാക്കിൽ ബാഡ്ജിങ്. ഇത് മാഗ്ന മാറിപ്പോയി. മാഗ്നയാണ്. പക്ഷേ കമ്പനി എല്ലോയ്സ് കൊടുത്തിട്ടുണ്ട്. അതെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ. 2,40,000 രൂപ കൊടുക്കുക ഫുൾ ലോൺ. 2013 മോഡൽ ഗ്രാൻഡ് ഐട്ടൺ ഡീസൽ ആണ്. ഓക്കെ. അടുത്ത 2015 മോഡൽ അല്ല 16 മോഡൽ ഓൾട്ടോ 800 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കണം. റേറ്റ് എങ്ങനെയാ? ഇത് 2,35,000 രൂപ 30,000 രൂപ കൊടുത്തേക്കാം. 2.30 2016. അതെ. ഇനി പറയോ? 2,20,000 രൂപ കൊടുക്കുക ഫുൾ ലോൺ. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ. വെറും 45,000 രൂപയ്ക്ക് 2003 മോഡൽ ഓൾട്ടോ 800 വെറും 45,000 രൂപയ്ക്ക്. അടിയിൽ നമ്പർ പ്ലേറ്റ് 2003 മോഡലാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കണം ഓൾട്ടോ LXI. AC പവർ സ്റ്റിയറിംഗ് ഉള്ളതാണ്. 45,000 രൂപയ്ക്ക്. 45,000 രൂപ. അതെ. റിന്യൂവലൊക്കെ കഴിഞ്ഞ വണ്ടിയാണോ? അതെ. 55,000 രൂപയ്ക്ക് നമുക്ക് ഇത് ഇൻഡിഗോ CS ഡീസൽ കൊടുക്കാം. നമുക്ക് 1 ലക്ഷം കിലോമീറ്റർ ഇൻഡിഗോ CS ഡീസൽ സിംഗിൾ ഓണർ. 2010 മോഡലാ? അതെ. 55,000 രൂപയ്ക്ക്. 2010 മോഡൽ ഇൻഡിഗോ റേറ്റ് എത്ര? 55,000 രൂപയ്ക്ക് ഇൻഡിഗോയാണ്.
55,000. 45,000 ഓൾട്ടോ. ഓക്കെ, ഇത് 55,000 ഇൻഡിഗോ. ഓക്കെ. ഇനി അടുത്തത് ഡാറ്റ്സൺ ഗോ 2015 മോഡൽ ഡാറ്റ്സൺ ഗോ 2,05,000 മാക്സിമം ലോൺ. 2,05,000 കിലോമീറ്ററാ. ഈ കിലോമീറ്റർ 70. വേറെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല. അടുത്തൊരു ഫുൾ ഓൺ വണ്ടി. ഫുൾ ഓൺ ഡാറ്റ്സൺ ഗോ ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓണിൽ 2015 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാ. അതെ. അടുത്ത 2015 മോഡലാണ് കിഡ് 800 cc 1,00,000 കിലോമീറ്റർ ഓടിക്കുന്ന ഫുൾ ഓൺ വണ്ടി. 1,70,75,000 ഫുൾ ഓൺ. മോഡൽ 2015 മോഡൽ. 2015 മോഡൽ RXL എന്നുള്ള മിഡിൽ ഓപ്ഷൻ വരുന്ന കിഡ് ആണ്. അതെ, നല്ല വണ്ടി. 1,70,75,000 ഫുൾ ഓൺ. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ഫുൾ ഓൺ എടുത്തെടുത്ത് പറയുന്നു. 2015 മോഡൽ കിഡ്. അടുത്ത 2011 മോഡൽ BT ഡീസൽ ആണ്. LS വേരിയന്റ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2011 മോഡൽ LS AC പവർ സ്റ്റീരിംഗ് ഡീസൽ എല്ലാം വർക്കിംഗ് ആണ്. വെറും 80,000 AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. 80,000 2015 BT LS. അതെ, AC പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് 80,000 ഒറ്റ ഒന്ന് ഇന്റീരിയർ കാണിക്കട്ടെ. അടുത്ത 2012 മോഡലിൽ ഒരു പോളോ 92,000 കിലോമീറ്റർ ഓടിക്കണ ഫേസ് ലിഫ്റ്റ് ചെയ്ത പോളോ. 12 ഫേസ് ലിഫ്റ്റ് ചെയ്തതാണ്. 2020 ശേഷമുള്ള ഫേസ് ലിഫ്റ്റ്. 12 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ ആണ്. വിശ്വസിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. GT കിറ്റ് ചെയ്ത വണ്ടി. GT കിറ്റ് ചെയ്ത വണ്ടിയാണ്. ചെയ്തിട്ടുണ്ട് ഇതില്. അതെ, ഓക്കെ. പെട്രോൾ പീരിയഡിക്കൽ സർവീസ് ഫ്രീ ഉണ്ട്. എങ്ങനെ? അടുത്തൊരു പീരിയഡിക്കൽ സർവീസ് ഈ വണ്ടിക്ക് ഫ്രീ ഉണ്ട് കമ്പനിയിൽ. അതെ, ഇത് 12 അല്ലേ? 12 മോഡല്. 12 ലോ ബഡ്ജറ്റിൽ ഒരു പീരിയഡിക്കൽ സർവീസ് ഫ്രീ ഉള്ള വണ്ടി. നല്ല വണ്ടി. കമ്പനി ഹിസ്റ്ററി തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാ. 3,30,000 കൊടുക്കാം നമുക്ക്. 3,30,000 ലോൺ എത്ര പറയാൻ പറ്റും? ലോണൊക്കെ നമുക്ക് മാക്സിമം ലോൺ ആക്കി കൊടുക്കാം. കംഫർട്ട് ലൈൻ ട്രെൻഡ് ലൈൻ അല്ല, കംഫർട്ട് ലൈൻ ആണ്. 4 പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട്. കിലോമീറ്റർ പറഞ്ഞത് 92 അല്ലേ? അതെ, 15 മോഡൽ. ഓക്കെ. 1,00,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് LXi വാഗണർ. 2,70,000 മാക്സിമം ലോൺ. 2015 മോഡല് വാഗണർ LXi 2,70,000 ഫുൾ ലോൺ കിട്ടുമോ? അതെ, കൊടുക്കാം. എടുക്കുന്ന നിലവിൽ 2015 വണ്ടിനെ കൊണ്ട് പണി എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവോ? ഇല്ല, വരൂല. 2011 മോഡൽ ഫോർഡ് ഫിഗോ 90,000 ഡീസലാണ്. അതെ, ഡീസലാണ്. ടൈറ്റാനിയം എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. എയർ ബാഗ്, ബാക്ക് സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും. ഏകദേശം 20ന്റെ പുറത്തന്നെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. റീപ്ലേസ് അങ്ങനെ വെറും 90,000 ടർബോ ഇഞ്ചക്ടർ കലാപങ്ങളൊന്നുമില്ല. വിശ്വസിച്ചെടുക്കാം. അടുത്ത 2014 മോഡൽ 77,000 കിലോമീറ്റർ ഡാറ്റ്സൺ ഗോ 1,50,000 രൂപ ഫുൾ ഓൺ. 2014 മോഡൽ 77,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഡാറ്റ്സൺ ഗോ 5 സീറ്റർ വണ്ടി. എലോയ്സ് എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓൺ. ആഫ്റ്റർ മാർക്കറ്റ് ചെറിയൊരു എലോയ്സ് കൊടുത്തിട്ടുണ്ട്. 1,50,000 രൂപ കൊടുക്കാം നമുക്ക്. ഏതാ? 1,50,000 രൂപ ഫുൾ ലോണും കിട്ടും അല്ലേ? ഇത് കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ 70,000. വേറെ എടുക്കുന്ന വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? അടുത്ത 2011 മോഡൽ BT LT ആണ്. AC പവർ സ്റ്റീരിംഗ് 4 പവർ വിൻഡോ സ്റ്റീരിയോ എല്ലാം വരണ വണ്ടി. എല്ലോയ്സും വരാറുണ്ട്. അതെ, 85,000 കൊടുത്തേക്കാം. 2011 മോഡൽ BT LT ആണ്. ഡീസൽ 85,000 കൊടുക്കാം. നിലവിലുള്ള മെക്കാനിക്കൽ കണ്ടീഷൻ എന്താ അവസ്ഥ? അത്യാവശ്യം നല്ല വണ്ടി. എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ്. 85,000. അടുത്ത 2015 മോഡൽ നാനോ ആണ്. 15 മോഡൽ നാനോ ഡിക്കി ഓപ്പൺ. XT ആണോ XT? 2015 59,000 കിലോമീറ്റർ ഓടിക്കുന്ന XT നാനോ ഡിക്കി ഓപ്പൺ. 1,25,000 കൊടുക്കാം. 2015 നാനോ ഡിക്കി ഓപ്പൺ അല്ലേ? അതെ, ലോ ബഡ്ജറ്റ് വണ്ടി. ഈ പ്രാവശ്യം കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടി അധികം ഉണ്ടല്ലോ. മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കാം. 2018 മോഡൽ ആണ് ഡാറ്റ്സൺ ഗോ ഓട്ടോമാറ്റിക്. 1000 cc 2018 മോഡൽ ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർ 85,000 കിലോമീറ്റർ ഓടിക്കുന്ന ഡാറ്റ്സൺ ഗോ. ഇത് AMT അല്ലേ? AMT 2,30,000 കൊടുക്കാം. 2,35,000 രൂപക്ക് 2018 മോഡൽ ഡാറ്റ്സൺ ഗോ ഓട്ടോമാറ്റിക് ആണ്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. 1000 cc. അടുത്ത 2014 മോഡൽ ഗ്രാൻഡ് ഐഡൻ. 2014 മോഡൽ ഗ്രാൻഡ് ഐഡൻ സ്പോർട്സ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന അന്നത്തെ ലിമിറ്റഡ് എഡിഷൻ അല്ലേ? അതെ, ഇതൊക്കെ ഫുൾ ഓൺ വണ്ടിയാണ്. 2,30,000 കൊടുക്കാം. ഇത് പക്ഷേ 1.2 പെട്രോൾ ആണ്. പെട്രോൾ. തൊട്ട് ബാക്കിലത്തെ വണ്ടി നമ്മൾ ഡീസൽ കാണിച്ചത്. പെട്രോൾ. ഇതിന് റേറ്റ് 2,30,000 രൂപ ഫുൾ ഓൺ. ആനിവേഴ്സറി ഓഫർ ആണ്. നമുക്ക് 2016 മോഡൽ 1000 cc 53,000 കിലോമീറ്റർ RXT 1000 cc കിട്ടും. റീപ്ലേസ്മെന്റ് സെക്കൻഡ് ഓണർഷിപ്പ് 53,000 കിലോമീറ്റർ ഓടിയത്. 2,30,000 ഫുൾ ഓൺ. വണ്ടി ഇത്രയും ടൈറ്റ് ആയിട്ട് വർക്ക് ചെയ്തതിനെ കൊണ്ട് ചില വണ്ടികളുടെ ഡീറ്റെയിൽ വണ്ടി മര്യാദയ്ക്ക് കാണുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഫോട്ടോ കാര്യങ്ങളൊക്കെ വാട്സ്ആപ്പ് അയച്ചു കൊടുക്കുക, ലിങ്ക് അയച്ചു കൊടുക്കുക. അടുത്ത 2012 മോഡൽ 1000 cc കിട്ടാണ്. എത്ര റേറ്റ്? 2,30,000 ഫുൾ ഓൺ. അടുത്ത 2012 മോഡൽ 75,000 കിലോമീറ്റർ ഓൾട്ടോ LXi ആണ്. AC പവർ സ്റ്റിയറിംഗും വർക്ക് ചെയ്യുന്ന വണ്ടി അല്ലേ? അതെ, 1,25,000 1
1,25,000 രൂപക്ക് 2012 മോഡൽ ഓൾട്ടോ LXi. AC ഒക്കെ വർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. റിന്യൂവൽ 2027 വരെ വരിക. MPFI എഞ്ചിനാണ് വരിക. 5 ഗിയർ ബോക്സ്. ലോൺ കിട്ടും. ലോൺ പിന്നെന്താ 1 ലക്ഷം ലോൺ ആക്കി കൊടുക്കാം. 1 ലക്ഷം ലോൺ കിട്ടും. ഓൾട്ടോ 2014 മോഡൽ സെലേരിയോ ZXi. അങ്ങോട്ട് പോകാൻ പറ്റൂല, ചളിയാണ്. 2014 മോഡൽ സെലേരിയോ ZXi സിംഗിൾ ഓണർ 96,000 കിലോമീറ്റർ ഓടിക്കണം. K സീരീസ് എഞ്ചിനാണ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 3,20,000 രൂപ കൊടുക്കാം. 3,20,000 രൂപക്ക് ZXi 14 മോഡൽ. അതെ, പുതിയ ഇൻഷുറൻസ് മാക്സിമം ലോൺ 3 ലക്ഷം ലോൺ ആക്കി കൊടുക്കാം. വേറെ എടുക്കുന്ന നോക്കുമ്പോൾ നിലവിൽ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, ടയർ മാത്രമേ കമ്മിയുള്ളൂ. അടുത്ത 2017 മോഡൽ ഓൾട്ടോ 800. KL58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. അതെ, 17 ഓൾട്ടോ 800 കിലോമീറ്റർ. 17 മോഡൽ 65,000 കിലോമീറ്റർ ഓടിക്കും. ഓണർഷിപ്പ് സിംഗിൾ. റീപ്ലേസോ ഒന്നുമില്ല, 2,60,000 രൂപയ്ക്ക്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടും. 2,65 റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതെ, ലോണൊക്കെ എത്ര കിട്ടും? ലോണൊക്കെ മാക്സിമം ലോൺ 2 ലക്ഷം ലോൺ ആക്കി കൊടുക്കാം. അടുത്ത 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് കിഡാണ്. 2017 മോഡൽ 58,000 കിലോമീറ്റർ കിഡ് ഓട്ടോമാറ്റിക് 1000 cc 2,60,000 രൂപയ്ക്ക്. RXT ഫുൾ ഓപ്ഷൻ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യമായിട്ട് ചില വണ്ടികൾ ടൈറ്റ് ആയിട്ട് വർക്ക് ചെയ്തതിനെ കൊണ്ട് ഫോട്ടോസ്. അടുത്ത 2016 മോഡൽ 44,000 കിലോമീറ്റർ ക്വാളിറ്റി വണ്ടിയാണ്. അടുത്തത് 16 മോഡൽ 44,000 കിലോമീറ്റർ ഓടിക്കണം നല്ല വണ്ടി. 44,000 കിലോമീറ്റർ ഓടിക്കണം കിഡ്. KL57 കിഡ് 2,15,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 2016 കിഡ് 800 cc അല്ലേ? 800 cc നല്ല വണ്ടി. 800 cc RXL ആണ്. RXT അല്ലാന്നേ ഉള്ളൂ. അതെ, എടുക്കുന്ന വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ബാക്കിൽ ഒരു സ്പോയിലർ അഡീഷണൽ ചെയ്തതായി കാണുന്നുണ്ട്. ഹിസ്റ്ററി എല്ലാം പക്കല്ല വണ്ടിക്ക്. അതെ, ലോണൊക്കെ ഫുൾ ലോൺ തന്നെ ആക്കി കൊടുക്കാം. അടുത്ത സെലേറിയോ ഓട്ടോമാറ്റിക് 2014 മോഡൽ. 14 മോഡൽ സെലേരിയോ VXi. സെലേറിയോ 15 മോഡൽ സെലേരിയോ 84,000 കിലോമീറ്റർ ഓടിക്കുന്ന സെലേരിയോ VXi ഓട്ടോമാറ്റിക് അല്ലേ? അതെ, കിലോമീറ്റർ 85 പറഞ്ഞിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. AMT ട്രാൻസ്മിഷൻ വിൻഡ്ഷീൽഡ് ഗ്ലാസ് മാത്രം റീപ്ലേസ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ പാനൽ അങ്ങനെ ബോണറ്റ് ബമ്പർ ഒന്നും ഇല്ലല്ലോ? ഇല്ല. അല്ല, സോറി, ലോൺ എത്ര പറയാൻ പറ്റും? ലോൺ ഫുൾ ലോൺ 3,15,000 ഫുൾ ലോൺ. 3,15 2014 സെലറി ഓട്ടോമാറ്റിക് അല്ലേ? അതെ, 2013 മോഡൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന സാൻഡ്രോ സിംഗ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഫുൾ ലോൺ 1,40,000 രൂപ. ഓൺ ഓഫർ ആണ്. 2013 മോഡൽ സാൻഡ്രോ സിംഗ് 1,40,000 രൂപയ്ക്ക്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ 1 ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. എല്ലാം വർക്കിംഗ് അല്ലേ? അതെ. ലോൺ കിട്ടും. ലോണൊക്കെ മാക്സിമം ലോൺ കൊടുക്കാം നമുക്ക്. 12 മോഡൽ നാനോ 70 രൂപയ്ക്ക്. LX നാനോ 12 മോഡൽ 40,000 കിലോമീറ്റർ നാനോ 70,000 രൂപയ്ക്ക്. 40,000 കിലോമീറ്ററോ? അതെ. 2010 മോഡൽ സാൻഡ്രോ സിംഗ് 1 ലക്ഷം കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. 25 പേപ്പറുള്ള സാൻഡ്രോ 95,000 രൂപ. കോഴിക്കോട് വണ്ടിയാണല്ലോ? കോഴിക്കോട് വണ്ടി. സാൻഡ്രോ GL ആണോ GLS ആണോ? GLS ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. അതെ, പിന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോയും കൊടുത്തിട്ടുണ്ടല്ലേ? അടുത്ത കൊല്ലം. അടുത്തത് റിന്യൂവൽ എടുത്ത വണ്ടി 2009 മോഡൽ 90,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റിന്യൂവൽ എടുത്തിട്ടുണ്ട്. റേറ്റ് എങ്ങനെ വരുന്നത്? 1 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ കിട്ടും. ചെറിയ പൈസ ലോൺ ആക്കി കൊടുക്കാം നമുക്ക്. സാൻഡ്രോ ജനറലി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.2 ലിറ്റർ എഞ്ചിന് 1.1 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും. അതെ, ഏകദേശം 13, 14, 15 റേഞ്ചിൽ മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. ലോ ബഡ്ജറ്റിൽ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. ഇത് കേസ് ഒക്കെ വർക്കിംഗ് അല്ല? എല്ലാം വർക്കിംഗ്. ഇപ്പൊ എടുക്കുന്നതൊക്കെ വേറെ വർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും? ഇപ്പൊ റിന്യൂവൽ എടുത്ത വണ്ടിയല്ലേ അബി? ഓക്കെ. അടുത്ത 2016 മോഡൽ ടിയാഗോ 1 ലക്ഷം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി. ബാക്ക് സെൻസേഴ്സ്, ബാക്ക് വൈപ്പർ, ഡിഫോർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3,05,000 രൂപ കൊടുക്കും. 16 മോഡൽ എക്സെഡ് ടിയാഗോ 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണറോ സെക്കൻഡ് ഓണറോ? സിംഗിൾ ഓണർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഫുൾ ലോൺ കിട്ടൂലേ? കിട്ടും. അടുത്ത് 2015 മോഡൽ ഇയോണ് മാഗ്ന പ്ലസ് സിംഗിൾ ഓണർ 77,000 കിലോമീറ്റർ ഓടിക്കണം. 2,05,000 രൂപ കൊടുക്കാം. 2015 മാഗ്ന പ്ലസ് എന്നുള്ള അന്നേരം ഫുൾ ഓപ്ഷൻ തൊട്ട് വരുന്നതാണ്. ഇതൊക്കെ മാക്സിമം ടയർ സൈസിൽ വ്യത്യാസം വരുന്നുണ്ടാവും. പിന്നെ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് തന്നെ വരിക. ഇത് 800 cc അല്ലേ വരുന്ന എഞ്ചിന്? അതെ. KL58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. തളിപ്പറമ്പ് വരുന്നത്. പിന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോയും വരുന്നുണ്ടാവും. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടും. അടുത്ത നമുക്ക് 2016 മോഡൽ. ഇതൊക്കെ ഫുൾ ലോൺ. അടുത്ത 2011 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 79,000 കിലോമീറ്റർ ലോഗൻ ഡീസൽ. മോഡൽ 85,000 രൂപ. 11 മോഡൽ ലോഗൻ ഡീസൽ 85,000 രൂപ. ഡീസൽ വണ്ടി നല്ല മൈലേജ്, നല്ല വണ്ടി. ചെറിയൊരു പൈസക്ക് ഒരു സെഡാൻ വണ്ടി 85,000 രൂപയ്ക്ക്. അതിലും കുറച്ചൊരു വണ്ടി 2000 ടാക്സിയിലൊക്കെ കാണുന്ന വണ്ടിയാണ്. അതേ സമയത്ത് നല്ല മൈലേജും കിട്ടും. അതെ. സൈഡും കൂടെ ഒന്ന് കാണിക്കൂ. ഓക്കെ. റെഡിന്റെ അടുത്ത 2007 മോഡൽ ലോഗൻ ആണ്. 70,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇത് പെട്രോൾ ആണ് അല്ലേ? അതും ഡീസൽ. കുറക്കണ്ട. 70,000 രൂപക്ക് ചെറിയൊരു പൈസക്ക്. റിന്യൂവൽ കഴിഞ്ഞ വണ്ടി അല്ലേ? റിന്യൂവൽ കഴിഞ്ഞ വണ്ടി. വെറും 70,000 രൂപയ്ക്ക് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ ഉണ്ട്. 70,000 രൂപ. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ലോഗൻ
70,000 രൂപ. 70,000 രൂപ ലോണൊന്നും കിട്ടില്ല എന്നുള്ളൂ. അതെ. അടുത്ത ബീറ്റ് അടുത്തത് 2013 മോഡൽ സിംഗിൾ ഓണർ 48,000 കിലോമീറ്റർ ഓടിക്കണ ക്വാളിറ്റി വണ്ടി. 48,000 ഒരു മൊഞ്ച വണ്ടിന്റെ മുകളിലും ഉള്ളിലും കാണുന്നുണ്ട്. ഉണ്ട്. ഡാഷ്ബോർഡ് എന്ത് വൃത്തിയാക്കി നോക്കി. 13 മോഡൽ വീട്ടിൽ അങ്ങനെ കാണും. ക്വാളിറ്റി ഉണ്ട്, നല്ല വണ്ടി. ഡീസലോ പെട്രോൾ? അത് പെട്രോൾ ആണ്. 1,70,000 രൂപക്ക് 2013 മോഡൽ 40,000 കിലോമീറ്റർ ഓടിക്കണം. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? ഫുൾ ഓപ്ഷൻ ആണ്. ഫോർ പവർ വിൻഡോസ് വരുന്നുണ്ടോ, ബാക്ക് വൈപ്പർ, ഡീഫോഗർ ഇതെല്ലാം വരുന്നുണ്ടാവും. ഏകദേശം 1.2 ലിറ്റർ എഞ്ചിന്റെ അകത്ത് 13-15 വരെയൊക്കെ റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. കിട്ടും. വലിയ മെയിൻ്റനൻസ് വരുന്നില്ല. പിന്നെ ഓൾട്ടോ 13 മോഡൽ ഓൾട്ടോ 800 സിംഗിൾ ഓണർഷിപ്പ്, 1,00,000 കിലോമീറ്റർ ഓടി, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റേറ്റ് ഇതൊക്കെ നമുക്ക് ഒരു 1,60,000 രൂപ കൊടുക്കാം. 1,60,000 2013 മോഡൽ ഓൾട്ടോ 800 ഫുൾ ഓൺ തന്നെ കിട്ടുകയും ചെയ്യല്ലേ. അടുത്തത് 2018 ഈക്കോ. 2018 മോഡൽ ഈക്കോ സെക്കൻഡ് ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ, 3 ലക്ഷം താഴെ. അതെ. എത്രയാ ഇത്? 3,15,000 രൂപ കൊടുത്തേക്കാം. ഓഫർ 3,15,000 രൂപയ്ക്ക് ഈക്കോ 18 മോഡൽ. വേഗമായോ, വെയിൽ നോക്കുന്നേക്കുമ്പോ വേഗം തീർക്കാലോ. നോൺ എ സി ആണ്. അതെ, 7 സീറ്റ് നല്ല വണ്ടി. 7 സീറ്റർ അതിനെ കൊണ്ട് മെക്കാനിക്കൽ ഫിറ്റ് ആണ് വരുന്നത്. ഒന്ന് 5 സീറ്ററും ഒന്ന് 7 സീറ്ററും. 5 സീറ്ററിനകത്ത് മാത്രമേ നമുക്ക് എ സി വരുള്ളൂ, 7 സീറ്ററിനകത്ത് എ സി വരില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് 3-4 ഫാൻ അവിടെ ഇവിടെ കയറ്റി കൊടുത്താൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടാണ്? 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ലോൺ ഫുൾ ലോൺ മോള് കിട്ടുമോ നോക്കാം നമുക്ക്. ഫുള്ളോണി മോള് കിട്ടാൻ ചാൻസ് ഉണ്ട്. 2015 മോഡൽ സെലേരിയോ VXI സിംഗിൾ ഓണർഷിപ്പ്, 83,000 കിലോമീറ്റർ ഓടിയേക്കണം, നല്ല വണ്ടി. 3,60,000 രൂപ കൊടുക്കാം. ഫുൾ ലോൺ പറയാൻ വേണ്ടി പറ്റുമോ? 2015 സെലേറിയോന് ആക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ. അടുത്ത 2008 മോഡൽ. ഒന്നുമില്ല, നല്ല വണ്ടി. K സീരീസ് എഞ്ചിൻ, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് AMT ട്രാൻസ്മിഷൻ വരുന്നത്. അതെ, അത് പറഞ്ഞില്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു 15 വണ്ടി. അല്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് പൈസ. അടുത്തത് 2008 മോഡൽ 90,000 കിലോമീറ്റർ ഓടിക്കുന്ന തേർഡ് ഓണർഷിപ്പ് വാഗണർ LXI. പഴയ 1.1 ലിറ്റർ എഞ്ചിൻ. അതെ, 2008 മോഡൽ. LXI ആണോ VXI ആണോ? 1,20,000 രൂപയ്ക്ക് LXI. അഞ്ചക്കത്ത് പേപ്പറൊക്കെ ഏത് കൊല്ലം വരെയുള്ള? 2008 മോഡൽ അതിനെ കൊണ്ട് 28 വരെ. 2028 വരെ ഇതിനുള്ളിൽ കൂടെ പോകും. ഇതൊക്കെ ഇന്റീരിയർ മാറ്റി ചെയ്തിട്ടുണ്ട്, സ്റ്റിക്കറൊക്കെ വെച്ചിട്ട്. ഓക്കെ, അടുത്ത സ്വിഫ്റ്റ് ആണ്. 2015 മോഡൽ ഒരു ഫുൾ ഓൺ വണ്ടി, 1,20,000 കിലോമീറ്റർ ഓടിയേക്കണം, ഫുൾ ഓൺ സ്വിഫ്റ്റ് VXI സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, റേറ്റ് എത്രയാണ്? 3,95,000 രൂപയ്ക്ക് 2015 മോഡൽ സ്വിഫ്റ്റ് VXI പെട്രോൾ. 2015 സ്വിഫ്റ്റ് 3,95 ഫുൾ ഓൺ തന്നെ കിട്ടും ചെയ്യും അല്ലേ? കൊടുക്കാം നമുക്ക്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതെ. യുവ നമുക്ക് 2009 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, 85,000 രൂപ കൊടുക്കാം. റിന്യൂവൽ അടുത്ത വർഷം. KL 56 കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ്. വണ്ടി ടൈറ്റ് ആണ്, പാർക്കിംഗ് ഉള്ളോട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് 2017 മോഡൽ ഓൾട്ടോ 800 90,000 കിലോമീറ്റർ ഓടിക്കണം, ഫുൾ ഓൺ, 2,30,000 രൂപയ്ക്ക് ഫുൾ ഓൺ. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. 17 മോഡൽ 92 ഓടിയുണ്ട്, സിംഗിൾ ഓണർഷിപ്പ്. അത് 2,30,000 രൂപയ്ക്ക് ഫുൾ ഓൺ. ഓണർഷിപ്പ് സെക്കൻഡ്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. എക്സ്റ്റീരിയർ ഇവിടെ കിടന്ന് പൊടി പിടിച്ചതാണ്. വാഷ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വണ്ടി കൊടുക്കും. എല്ലാ വണ്ടികളും മണ്ണും പൊടിയും പിടിച്ചിട്ട് കിടക്കണേ. ഹൈവേന്റെ വർക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കി വെക്കാൻ പറ്റുന്നില്ല. പക്ഷെ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് തന്നെ വണ്ടി കൊടുക്കാം. ഓക്കെ, അടുത്തത് 2018 മോഡൽ ഓൾട്ടോ 800 40 ചില്ലറ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 19 മോഡൽ കുറക്കല്ലേ? 2019 രൂപ. 19 മോഡൽ ഓൾട്ടോ 800 3,00,000 രൂപ. LXI ആണ്. അതെ, KL 58 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. തലശ്ശേരി രജിസ്ട്രേഷൻ. സോറി, തലശ്ശേരി രൂപ. ഒറ്റ ഇന്റീരിയർ ഒന്ന് സീറ്റ് കവർ ചെയ്യാനുണ്ട്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഓൾട്ടോ റീപ്ലേസ് ഇല്ല. 2012 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഫോർഡ് ഫിഗോ ഡീസൽ ആണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ, 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. SXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി. 1,30,000 രൂപയ്ക്ക്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ആയിരിക്കും വരുന്നുണ്ടാവുക. അതെ, ടർബോ ഇഞ്ചക്ടർ. ഒരു പ്രശ്നമില്ല, നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ്, നല്ല ബോഡി ക്വാളിറ്റി കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. അടുത്ത 2020 മോഡൽ എടുക്കാൻ പറ്റുമോ? പിന്നെന്താ? അടുത്ത 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്, 77,000 കിലോമീറ്റർ കിഡ് ആണ്, 1000 cc കിഡ് RXT. 2018 മോഡൽ 77,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് കിഡ് ആണ്, 1000 cc ആണ്, RXT ഫുൾ ഓപ്ഷൻ, ടയർ കാര്യങ്ങളൊക്കെ ഓക്കെ. ഒന്നുമില്ല, ഫുൾ ഓൺ കൊടുക്കാം. 2,95,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 18 മോഡൽ കിഡ് RXT ഫുൾ ഓപ്ഷൻ, 800 cc അല്ലേ? 1000 cc കുറക്കല്ലേ? ഇന്റീരിയർ അത്യാവശ്യം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
നോക്കുമ്പോ നിലവിൽ വർക്കൊന്നും ഇല്ലല്ലോ. ഇല്ല. വാറന്റി കിട്ടൂലേ? വാറന്റി ഉൾപ്പെടെ നമുക്ക് 3 ലക്ഷം രൂപ കൊടുത്തേക്കാം. വാറന്റി ഉൾപ്പെടെ 5000 രൂപയ്ക്ക് വാറന്റി. 5000 രൂപയ്ക്കല്ല, വാറന്റി ഉൾപ്പെടെ. വാറന്റി നമ്മൾ ഓൺ ഓഫർ. അതെ, 45 രൂപയ്ക്ക് ഓൾട്ടോ. 2008 മോഡൽ 45 രൂപയ്ക്ക് ഓൾട്ടോ. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്നതാണോ? വെറും സ്റ്റാൻഡേർഡ് ഓൾട്ടോ 45 രൂപ. അപ്പൊ എന്തായാലും സ്റ്റാൻഡ് ബാഡ്ജിങ് കാണുന്നുണ്ടല്ലോ ബാക്കിൽ. ഇല്ല, ഉള്ളിൽ AC ന്റെ സ്വിച്ച് ഉണ്ടല്ലോ. അല്ല, ഈ വണ്ടി നമുക്ക് ഇതാണ് സ്റ്റാൻഡേർഡ്. സോറി, ഇത് LXi ആണ്. ഇത് LXi ആണ്. 28 വരെ പേപ്പർ ഉള്ള വണ്ടി. 85,000 രൂപയ്ക്ക് വണ്ടിയാണ്. 45 രൂപ. 2008 മോഡൽ ഓൾട്ടോ LXi ആണ്. 85,000 രൂപയ്ക്ക്. 85,000 രൂപ. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി 85,000 രൂപ. ചളി ബാക്കിൽ. അടുത്ത വരും 45,000 രൂപയ്ക്ക് ഓൾട്ടോ സ്റ്റാൻഡേർഡ്. 2005 മോഡൽ സ്റ്റാൻഡേർഡ് ആൾട്ടോ 45,000 രൂപ. സാധാരണ മാരുതി എയ്റ്റ് പോലെ തന്നെ പറയാൻ പറ്റൂലേ? അതെ. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല, ഒന്നുമില്ല. 1,15,000 രൂപയ്ക്ക് 2012 മോഡൽ മാരുതി 800 AC. AC വരുന്ന വണ്ടിയാണ് 2012 1.15. 1.15. മാരുതിയോട് കമ്പുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേണ്ട, 1,10,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. അല്ല, ശരിക്കും പറഞ്ഞിട്ട് വെച്ചാല് ഒരു ഫാമിലിക്ക് പറ്റും ചെയ്യും. പക്ഷെ അതേ സമയത്ത് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അത്രയും ലോസ്റ്റ് കോസ്റ്റ്ലി പവർ സ്റ്റിയറിംഗ് ഇല്ലെങ്കിലും. നമ്മൾ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് അനസ്കാനെ വിളിക്കാനുള്ള നമ്പർ നേരെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. അതെ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. വിളിച്ചെടുക്കൂലേ? എടുക്കും. ഒരുപാട് ആൾക്കാർ എടുക്കാൻ ഫോൺ ഉണ്ട്. സന്തോഷം. കുറെ ഫോൺ ഉണ്ടല്ലേ? ഫോൺ ഉണ്ട്, കുറെ വണ്ടി ഉണ്ട്, കുറെ ഫോൺ ഉണ്ട്, കുറെ ആളുണ്ട്. പിന്നെ വേറെ വാറന്റി കാര്യങ്ങൾ, ലോണിന്റെ കാര്യങ്ങൾ, എല്ലാം ചോദിച്ചു. വണ്ടിയുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇവിടെ ചോദിച്ചു മനസ്സിലാക്കാം. പല വണ്ടിക്കും പലതവണ ഞാൻ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ വീഡിയോ എടുക്കുന്നതിന് കൂടുതൽ വണ്ടി കാണിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ നിവൃത്തിയില്ല. കാരണം ഞാൻ അതിനുള്ളിൽ കൂടെ പോയിട്ട് ഞാൻ ഒരുപാട് വണ്ടികൾ ഇനിയും ഉണ്ട്, പുറത്ത് കിടക്കുന്നുണ്ട്. കുറെ വണ്ടികൾ കാണിക്കാനുണ്ട് വീഡിയോയിൽ. നമ്മൾ എല്ലാ വണ്ടിയും നമ്മൾ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തുന്നില്ല. ഇനിയും വണ്ടികൾ. അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഡിയോസ്.